മോളെ, ദേ അരുൺ വന്നു. അമ്മേ, എന്താടാ? നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? എവിടേക്കാ മോനെ? അല്ല, ഇവിടേക്കൊന്ന് ചുറ്റിയിട്ട് വരാം. ആ, അത് നല്ല കാര്യമാ. അമ്മ ഏത് നേരവും ഇതിനകത്ത് തന്നെ ഇരിക്കുമല്ലേ? നമുക്ക് മൂന്നാൾക്കും പുറത്തു പോയിട്ട് വരാം. അല്ല, ഞാനും അമ്മയോട് ഒന്ന് പുറത്തു പോയിട്ട് വരാന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ വരണ്ടേ? തനിക്കിവിടെ ജോലിയുള്ളതല്ലേ? ജോലിയൊക്കെ ഞാൻ പെട്ടെന്ന് ഒതുക്കാം. മോളൂടെ വരട്ടെ, അതിനെന്താടാ? അല്ല, അത് എന്തോ രഹസ്യം ഉണ്ടല്ലോ. അമ്മയോട് മാത്രമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ മോളൂടെ വന്നാല്? സാറിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ഒന്നുണ്ടെന്ന്? എന്താ പിന്നെ അമ്മ പോയിട്ട് വാ. എന്താടാ, പുറത്തുനിന്ന് കാർത്തൂൻ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? വല്ല കമ്മലോ മാലയോ വളയോ അങ്ങനെ എന്തെങ്കിലും? അതിനാണോ എന്നെ കൂടെ വിളിക്കുന്നത്? എനിക്കൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് സമ്മാനങ്ങള് മാറി മാറി എല്ലാവരും വാങ്ങി തരുന്നുണ്ട്. ആ ദീപേട്ടൻ പോലും വില കൂടിയ 2 സാരികളായി ഈ അടുത്ത കാലത്ത് വാങ്ങി തന്നത്. എടോ, അതിനൊന്നുമല്ല ഞാൻ അമ്മയും കൂട്ടി പോകുന്നത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ കയ്യിൽ വില കൂടിയ സമ്മാനങ്ങളും കാണില്ല. അതൊക്കെ പോട്ടെ, തനിക്ക് എന്തെങ്കിലും വേണോ? അയ്യോ, എനിക്കൊന്നും വേണ്ട. അല്ല, ഈ കഴിക്കാൻ എന്തെങ്കിലും? കഴിക്കാനുള്ളതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പുറത്തുനിന്നൊന്നും എനിക്ക് വേണ്ട. എന്നാ പിന്നെ പോവാമേ. പോയിട്ട് വരാം മോളെ. അപ്പൊ സാരി മാറണ്ടേ? കുളിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് മാറുതേ ഉള്ളൂ. ഇത് നല്ല സാരിയല്ലേ? വിഷമമുണ്ടോ ഞങ്ങൾ തന്നെ കൂട്ടാത്തേല്? ഏയ്, ഒരു വിഷമവും ഇല്ല. നമ്മൾ എപ്പോഴും പുറത്തു പോകുന്നതല്ലേ. അമ്മയും കൂട്ടി ഒന്ന് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയാനിരിക്കായിരുന്നു ഞാൻ. എന്നാ വാമേ. പോട്ടെ മോളെ. അതൊന്നുമല്ല മോനെ വലിയ ആശ്വാസം. എല്ലാ കഥകളും അറിഞ്ഞതിന് ശേഷം മാളു കാർത്തൂനും ദേവിയും വെറുത്തില്ലല്ലോ. കാർത്തൂനെ കൂടുതൽ സ്നേഹിക്കല്ലേ ചെയ്തത്. അതൊരു മഹാഭാഗ്യം തന്നെയാമ്മേ. ഇപ്പോ മറ്റാരെക്കാളും മാളുന് ഇഷ്ടാ കാർത്തൂന്. അമ്പലത്തിലൊക്കെ പോയോ രണ്ടാളും? എന്നിട്ടാണോ എന്നെ കൂട്ടാതെ പോയത്? എന്താ അമ്മ എന്നെ എങ്ങനെ നോക്കുന്നേ? പുറത്തുപോയിട്ട് വന്നപ്പോ അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം കൂടി. വേറൊന്നുമല്ല, ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ പല ആൾക്കാരും എന്റെയും അമ്മയുടെയും പുണ്യമാണ് തന്നെ പോലൊരു ഭാര്യയും മരുമകളെന്ന് അമ്മയോട് പറഞ്ഞു. അത് കേട്ടതോടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായി. ആഹാ, ആരാ അങ്ങനൊക്കെ പറഞ്ഞത്? അത് പിന്നെ ഒരു പപ്പുമാമൻ. പപ്പുമാമനോ? അങ്ങനെ ഒരാളെ എനിക്കറിയില്ലല്ലോ. എടോ, എന്തായാലും അയാൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ എല്ലാവരുടെയും പേര് താൻ ഓർത്തുകൊണ്ട് നടക്കണം. മോളെ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ തൃപ്തിയായി. പിന്നെ മോക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു ഞങ്ങള്. ഇനി ദേവ വരുമ്പോ രണ്ടാളും അമ്പലത്തിലേക്കൊക്കെ ഒന്നിച്ചു പോണം കേട്ടോ. കൊറേ ദിവസമായല്ലോ പോയിട്ട്. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് ചെന്ന അമ്പലത്തിൽ നിന്ന് തൊഴുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. പക്ഷേ ഇപ്പൊ അപ്പച്ചയാകെ വിഷമിച്ച് നടക്കുകയല്ലേ. അതുകൊണ്ട് ഇവിടെ വന്നാലും പെട്ടെന്ന് അങ്ങ് പോവാ.
മോള് നിർബന്ധിച്ച 1-2 ദിവസം അവള് നിൽക്കും. അതുപോലെ മോൾക്കും കുറച്ചു ദിവസം അവിടെ പോയി താമസിക്കാമല്ലോ. അത് ദേവിക്കും മാളുവിനും ഒക്കെ സന്തോഷായിരിക്കും. ഇവിടെ അപ്പോ അമ്മ ഒറ്റയ്ക്കാവില്ലേ? അതെങ്ങനെ ഒറ്റയ്ക്കാവുന്ന? ഞാനിവിടെ കാണുമല്ലോ. പിന്നെ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ പൗത്രടുത്തേക്കും കണ്ണേട്ടന്റെ അമ്മയ്ക്കൊക്കെ സന്തോഷേ ഉള്ളൂ. അപ്പോ സാറിന് എന്നെ കാണണ്ടേ? എല്ലാ ദിവസവും തന്റെ മുഖം എപ്പോഴും കണ്ടോണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. നമ്മള് പുറത്തേക്ക് പോയപ്പോ മോളെ കൂട്ടാത്തത് മോൾക്ക് വലിയ വിഷമമായി അല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നല്ല സാരിയെ കൊടുത്ത് ഒരുങ്ങി നിൽക്കല്ലേ, നമുക്കൊന്ന് ചുറ്റിട്ട് വന്നാലോ? അയ്യോ വേണ്ട. അതെന്താ മോളെ അങ്ങനെ? മോള് പോയിട്ട് വാ. എങ്ങോട്ടാ പോന്നേ? അമ്പലത്തിലേക്ക് ഇപ്പൊ ഞങ്ങൾ പോയതേ ഉള്ളൂ. അതുകൊണ്ട് അവിടേക്ക് ഇനി നാളെ പോവാം. നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരാം. ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നാളെയും കഴിക്കാമല്ലോ. ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് വലുതും കഴിക്കേ. അപ്പോ മോൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി മോക്കറിയാൻ പറ്റുമല്ലോ. പോയിട്ട് വരാം. സാറിന് ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. എടോ, ഇനി ചായയൊക്കെ നമുക്ക് പുറത്തുനിന്ന് കുടിക്കാം. എന്നാ പിന്നെ പോയിട്ട് വരട്ടെ അമ്മ. അമ്മ മോക്കൊരു ഉമ്മയും കൂടി തരട്ടെ. ഉണ്ണിയേട്ടൻ ഇപ്പൊ എവിടെയാന്ന് അറിഞ്ഞിരുന്നോ ഏടത്തി? ഇല്ല, ഞങ്ങള് ഉണ്ണിയേട്ടനെ കണ്ടിട്ടാ വരുന്നത്. ഉണ്ണി ഇപ്പൊ ഒരു കടയിൽ നിൽക്ക, നമ്മുടെ കട പോലൊരു ചായക്കട. അവിടെ കണക്കെഴുതാൻ ഇരിക്കുവാണോ? അല്ല ഏടത്തി, ഉണ്ണിയേട്ടൻ അവിടെ ഓരോന്ന് എടുത്തു കൊടുക്കാൻ നിൽക്കുവാ. എന്താ മോളെ ഉണ്ണിയുടെ കാര്യം പറഞ്ഞ്? നമ്മുടെ ഉണ്ണി ഒരു ചായക്കടയിൽ നിൽക്കുക, സപ്ലയർ ആയിട്ട്. ഞങ്ങള് വിളിച്ചു അവനെ, എന്നിട്ട് വന്നില്ല. അതിൽ നിന്നുള്ള പൈസയും കൊണ്ടായിരിക്കും അവൻ എന്നെ കാണാൻ വന്നത്. അവിടുത്തെ ജോലി അത്ര സുഖമുള്ളതല്ലമ്മേ. ആ കടക്കാരൻ അത്ര നല്ല ആളെന്ന് തോന്നുന്നില്ല. എന്റെ കുഞ്ഞ് അവിടുത്തെ ജോലിക്കാരനല്ലേ? അങ്ങനെയുള്ളവരുടെ അടുത്ത് മുതലാളിമാര് നന്നായിട്ട് പെരുമാറുവോ? കണ്ണേട്ടനോട് പറയണം പോയി വിളിക്കാൻ. എനിക്ക് തോന്നുന്നില്ല വിളിക്കാൻ പോവെന്ന്. അവൻ ഇവിടെ വന്ന് കണ്ണനോട് മാപ്പ് പറഞ്ഞിട്ടാണല്ലോ പോയത്. കണ്ണന് അവന്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് പോവും. ഇങ്ങനെ കടയിൽ നിൽക്കാനല്ലല്ലോ അവനെ പഠിപ്പിച്ചത്. അതിന്റെ ഒരു ദേഷ്യം എന്തായാലും കണ്ണേട്ടന് കാണാതിരിക്കില്ല. അത് ശരിയാ. ഞാൻ കരുതി അവനും മറ്റെന്തെങ്കിലും ജോലി കിട്ടിയിട്ട് എന്നെ കാണാൻ വന്നെന്ന്. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ദൂരം കാണും ആ കടയിലേക്ക്. ഞങ്ങള് വെറുതെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയപ്പോഴാ കണ്ടത്. അവൻ അത്രയും ദൂരം വരെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നമ്മുടെ കടയിൽ നിന്നുകൂടായിരുന്നോ? കണ്ണേട്ടൻ അവനെ ഡോക്ടറാവാൻ വേണ്ടി പഠിപ്പിച്ചതാ. അതിനുവേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് അവന് മനസ്സിലായി കാണും. മതിലകത്തെ പറമ്പിൽ കൃഷി ഇറക്കിയല്ലോ അവൻ. അപ്പൊ അറിഞ്ഞു കാണും അതിന്റെ പാടെന്താണെന്ന്. അതുകൊണ്ട് ഇനി കണ്ണേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും മറ്റൊരു കടയിൽ പോയി നിന്നത്. അവൻ ഞങ്ങൾക്കാർക്കൊരു ബുദ്ധിമുട്ടല്ലല്ലോ അരുണേ. അവൻ എന്തെങ്കിലും ചെറിയൊരു കടയോ മറ്റോ ഇട്ടു കൊടുക്കണമെങ്കിൽ ഞാൻ സഹായിക്കാം. പക്ഷെ അവനതിൽ താല്പര്യം കാണണമെന്ന് മാത്രം. ഏതായാലും കണ്ണേട്ടൻ വരുമ്പോ അമ്മയും പവിത്രയെടുത്തി വന്ന് പറ പോയി വിളിക്കാൻ. ഞാനും പറഞ്ഞോളാം. പോവാൻ സാറേ. അമ്മേ ശരി, പോയിട്ട് വരാം. എനിക്ക് വയ്യ അവൻ ചായക്കടയിൽ പോയി നിന്ന് ജോലി ചെയ്യുന്നതൊക്കെ കാണാൻ. അമ്മ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. നോക്കിക്കോ, അവള് പുഴുത്ത് ചാവത്തേ ഉള്ളൂ. അവൾ ഒറ്റ ഒരിക്കൽ എന്റെ കുഞ്ഞിനെ ഈ പരുവത്തിലാക്കിയത്. അവളുടെ കുഞ്ഞ് ഉണ്ണിയുടേതായിരുന്നെങ്കിൽ ഉണ്ണി ഒരിക്കലും അവളെ വിട്ടു പോയില്ലായിരുന്നു. ഒരു കണക്കിന് ആ കുഞ്ഞ് അവന്റേതല്ലാത്തത് നന്നായി. ഓ, അവൾക്കൊപ്പം കുഞ്ഞുമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ജീവനോടെ അവനെ കത്തിച്ചേനെ അവള്. ഓ,
ഇതുപോലൊരു രാക്ഷസി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവളെ ഈ തറവാട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നവളാ ഞാൻ. നോക്കിക്കോ, അവള് കിടന്ന് നരകിക്കുന്നതേ നമുക്ക് കൺമുന്നിൽ കാണാൻ പവിത്രേ. ഡോക്ടർ ഉണ്ണിയുടെ ഏട്ടൻ അങ്ങനെ അഭിമാനത്തോടെ പറയായിരുന്ന, എന്നിട്ട് അവനിപ്പോ ഹോട്ടലിലെ സപ്ലയർ. അവൻ രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയൂ. ഇനി അവൻ ജീവിച്ചോളും കണ്ണ. അവിടെ നിന്ന് പണിയൊക്കെ പഠിച്ചു വരുമ്പോ നമ്മുടെ കൂടെ നിർത്താം. ഏയ് അത് വേണ്ട. അങ്ങനെ അവൻ നിന്ന് കഴിഞ്ഞാ ആൾക്കാർ ആക്ഷേപിക്കില്ലടാ. ഇത് ഇത്തിരി ദൂരെയുള്ള കടയാ, അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. എങ്കിലും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ചെല്ലില്ലേ, അറിയേണ്ടവരൊക്കെ അറിയും. കണ്ണന്റെ അനിയൻ ഇപ്പൊ സപ്ലയർ ആണെന്ന് പറയുകയും ചെയ്യും. അത് എന്റെ കടയിൽ നിൽക്കുമ്പോ പറയണ്ട. അന്ന് അവൻ കടയിൽ വന്ന് ആഹാരം കഴിച്ചു പോയപ്പോഴേ അവിടെ നല്ല മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇനിയും മാറിയില്ലെങ്കിൽ അവൻ മനുഷ്യനാണ്. ഇനി ഞാൻ കണ്ണേട്ടനെ ബുദ്ധിമുട്ടിക്കില്ല ഒരു കാര്യത്തിലും. എന്റെ അമ്മയോടോ നമ്മുടെ അച്ഛനോടോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം എന്നെ ശിക്ഷിക്കില്ല. ഏട്ടനോട് കാണിച്ച നന്ദികേടിനാ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നത്. ഇവിടെ വന്ന് കണ്ണേട്ടന്റെ കാലി പിടിച്ച് കരഞ്ഞില്ലേ? ചെയ്തതിനൊക്കെ മാപ്പ് പറഞ്ഞില്ലേ? ഇനി അതിനപ്പുറം അവൻ എന്താ ചെയ്യേണ്ടത്? കാർത്തൂനെയാണല്ലോ ഉണ്ണി കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുള്ളത്. ആ കാർത്തൂന് ക്ഷമിക്കാമെങ്കിൽ പിന്നെ കണ്ണേട്ടനായിക്കൂടെ? മേശയും കസേരയൊക്കെ നീ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. എന്നെയും കൂടെ വിളിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകുന്നാ തോന്നുന്നേ. എടാ, ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു ചായ അടിക്കാനെങ്കിലും ഒന്ന് പഠിച്ചുകൂടായിരുന്നോ? വടക്കുള്ള മാവ് പരുവത്തിന് കുഴച്ചു തന്നാ അത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോടാ. വല്ലാത്തൊരു ജന്മം തന്നെ. എന്താ സാറേ, ചായ വേണോ? വേണ്ട, ഞാൻ അയാളെ ഒന്ന് കാണാമെന്നാ. തിരികെ പോകുമ്പോ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ കൂട്ടിക്കോ. കഴിക്കാനേ കൊള്ളാവൂ. കഴിച്ച സാധനം തയ്ക്കാനായിട്ട് ഒരു പുണ്ണാക്കും ചെയ്യുന്നില്ല. കാർത്തൂനും പവിത്രയ്ക്കൊക്കെ വലിയ വിഷമാ. അമ്മയും നന്നായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അവരെന്നെ പഴിക്കുക. എന്നെ സ്നേഹിച്ചവരുടെ വേദനയും മനസ്സും ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഏട്ടാ. അതുകൊണ്ട് ഇനി ഞാൻ ഒന്നും തുടങ്ങുക. അനുഭവങ്ങൾ ഒരുപാടുണ്ടായാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. മറ്റൊരാളുടെ തണലിൽ ജീവിക്കുമ്പോ അത് നമ്മൾ ആസ്വദിക്കത്തേ ഉള്ളൂ. ആ തണൽമരം തരുന്ന ആശ്വാസം എത്രയെന്ന് നമ്മൾ ചിന്തിക്കില്ല. ഏട്ടൻ പൊയ്ക്കോ. എന്നെ കാണാൻ വന്നില്ലേ, വലിയ സന്തോഷം. പക്ഷേ എനിക്കൊരു സന്തോഷമില്ല നിന്നെ ഈ അവസ്ഥയിൽ കാണുന്നത്. ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട കാശ നീ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തതല്ലേ? അത് വേണ്ടായിരുന്നോ? എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല കണ്ണേട്ടാ. അതുകൊണ്ട് കിട്ടുന്നതിൽ ഒരു പങ്ക് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. അത് വേണ്ടെന്ന് പറയരുത്. ഏട്ടനൊരു കാര്യം ചെയ്യാം, ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഇടയ്ക്കൊക്കെ ഇതുവഴി പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് കയറണം. എന്തിനാ? അയാൾ നിന്നെ വഴക്ക് പറയുന്നത് കാണാനോ? കൂടെയുണ്ട്, ഞാൻ പോയിട്ടാ. എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം. വിളിപ്പുറത്ത് തന്നെയുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എല്ലാ വീട്ടിലും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനിയിപ്പോ അവസാനമായിട്ട് ഇവിടേക്ക് വന്നതായിരിക്കും.
എനിക്ക് കാർത്തൂനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാ വന്നത്. എന്നെ എന്തിനാ നിങ്ങൾ കാണുന്നത്? ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാ. അതിന് നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ലല്ലോ മോളെ. ഏറ്റവും സാധുക്കളാ എന്റെ സാറിന്റെ അപ്പച്ചിയും മുത്തച്ഛനും ഒക്കെ. അവരൊക്കെ വെറുക്കുന്ന ആളാ നിങ്ങള്. നിങ്ങളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. മേലിൽ ഇവിടേക്ക് വരരുത്. ഞാൻ ഇന്നവരാരെ ഉപദ്രവിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത സഹായങ്ങളൊക്കെ എനിക്കറിയാം. എന്നിട്ട് കുഞ്ഞ് ജനിച്ചില്ലല്ലോ. നിങ്ങൾ കൈപ്പുണ്യം ഇല്ലാത്ത ഒരാളാ. അതുകൊണ്ട് തന്നെയാ ആ കുഞ്ഞ് ജനിക്കാതിരുന്നത്. മോൾ എന്തു പറഞ്ഞാലും ഞാൻ അതൊക്കെ കേൾക്കും, ഒന്നും നിഷേധിക്കില്ല. നിങ്ങൾ നിഷേധിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ വരുന്നതേ എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല, എന്റെ ബന്ധുക്കൾക്കും. അതിലുപരി നിങ്ങളെ നേരിൽ കണ്ടപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാ, ഞങ്ങളുടെ ഒന്നും മുന്നിലേക്ക് വരരുതെന്ന്. അരുൺ സാറിന്റെ അപ്പച്ചയെ ശല്യം ചെയ്യരുതെന്ന്. ഞാൻ ആരെയും ശല്യം ചെയ്യുന്നില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. കാർത്തൂനെ കാണണമെന്ന് തോന്നുമ്പോ ഇവിടേക്ക് വരും, അത്രേ ഉള്ളൂ. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? കഴിഞ്ഞൊരു ദിവസം അമ്പലത്തിൽ നിങ്ങൾ എന്നെ കാത്തു നിന്നില്ലേ? എന്നെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട കാര്യം എന്താ? കാർത്തൊരു നല്ല പെൺകുട്ടിയാണെന്ന് എല്ലാവരും പറഞ്ഞ് എനിക്കറിയാം. പിന്നെ സാധാരണ കാർത്തൂന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കരളും മുറിക്കൊന്നും ദാനം ചെയ്യില്ല. അവിടെയും മോള് ധൈര്യത്തോടെ സ്വന്തം കരള് ദാനമായി കൊടുത്തു മാളുവിന്. അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളാ. അതിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ദയവ് ചെയ്ത് നിങ്ങളോട് എനിക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. നിങ്ങൾ മേലിൽ ഇങ്ങോട്ട് വരരുത്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോ പോലും പ്രാർത്ഥിക്കാറുണ്ട്, നിങ്ങൾ ഞങ്ങൾക്കാർക്കും ഒരു ശല്യം ആവരുതെന്ന്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കും? അനാവശ്യമായ സംശയങ്ങൾ ഉള്ളി വെച്ചോണ്ട് കാർത്തൂനെ കാണാൻ അരുണിന്റെ വീട്ടിലേക്കൊക്കെ പോയി തുടങ്ങിയല്ലേ? ഞാൻ മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കാൻ പോകുന്നതല്ല. ആയിരിക്കാം, പക്ഷെ അതുകൊണ്ടുണ്ടാവാൻ പോകുന്ന പ്രയാസങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഈ സംഭവം അറിഞ്ഞതിന് ശേഷം വീണ്ടും അരുണിന്റെ അപ്പച്ചി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുക നിങ്ങളെ ഒന്നും കൊണ്ടുവരാവുന്നു. അവരുടെ മുഴുവൻ സമ്പാദ്യം തരാന്നാ പറയുന്നേ. കണ്ണൻ എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം, പക്ഷെ അതിന് തൊട്ടു മുമ്പെങ്കിലും എന്റെ മകളെ എനിക്ക് കാണിച്ചു തരണം. ഇവളാണ് എന്റെ മകളെന്ന് പറയണം. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്. കണ്ണനെ എനിക്ക് അത്ര വിശ്വാസം. നിങ്ങൾ അന്ന് പറഞ്ഞു മഞ്ജു എന്റെ മകളല്ലാന്ന്, അത് സത്യമായി വന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ മകളെ ചൂണ്ടിക്കാണിച്ചു തന്നാ ഞാൻ പിന്നെ കാർത്തൂന്റെ പിന്നാലെ നടക്കില്ല. അല്ലെങ്കിൽ താൻ വളർത്തിയ അനാഥ പെൺകുട്ടി എന്റെ മകളാണെന്ന് എനിക്ക് കരുതേണ്ടി വരും. കാർത്തു ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളാണ് നിങ്ങള്. ഓക്കെ, അങ്ങനൊരു കഴിവുണ്ട്. ദുഷ്ടന്മാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവരോട് പോലും കരുണ കാണിക്കുന്ന പ്രകൃതകാരിയാ. പിന്നെ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരോട് മാത്രമേ മോള് മുഖം കറുപ്പിച്ച് സംസാരിക്കാറുള്ളൂ. പണ്ടത്തെ ദേവിയുടെ സ്വഭാവ കാർത്തൂന്. നിങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ച പോലാണല്ലോ സംസാരിക്കുന്നത്. ഈ ദേവദന്ത എന്ന് പറയുന്ന അരുണിന്റെ അപ്പച്ചിയെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അരുണ് കാർത്തൂനെ വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബന്ധുക്കളായതും. അതിനു മുമ്പ് അവരെ എനിക്ക് ഒരു പരിചയമില്ല. പിന്നെങ്ങനെ അവരുടെ മകൾ എന്റെ കയ്യിൽ വരുന്നേ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ കണ്ണനറിയാം എന്റെ മകളെ. അത് 100% ഉറപ്പാണ്. അതെ, ദീപന്റെ ഏട്ടനായതുകൊണ്ടാ ഞാനും പപ്പനും അരുണും ഒക്കെ നിങ്ങളെ ഒന്നും ചെയ്യാതെ വിടുന്നേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അരുണിന്റെ അപ്പച്ചി തന്ന കൊട്ടേഷൻ ഏറ്റെടുക്കാതെ വരുമ്പോ അത് അവര് മറ്റാരെങ്കിലും ഏൽപ്പിക്കും. അവര് ഭംഗിയായിട്ട് നിങ്ങളെ തട്ടിക്കളഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും. കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, എന്നാലും എന്റെ അലച്ചിലിന് ഫലം കാണുന്നതുവരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നിങ്ങൾ ഒരു ദിവസം അരുണിന്റെ അപ്പച്ചിയുടെ വീട്ടിൽ ചെന്നു, ഒരു മുന്നറിയിപ്പില്ലാതെ. മനസ്സിൽ ഇത്രയെങ്കിലും നന്മയുള്ള ഒരാളായിരുന്നെങ്കിൽ അങ്ങനെ പോവോ? അതിന് കാരണം കണ്ണൻ തന്നെയാ. കണ്ണൻ സത്യം പറഞ്ഞ പിന്നെ ഞാൻ എവിടേക്കും പോവില്ല. പറയാനുള്ള സത്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പ്രസവത്തിന് മുമ്പേ തന്നെ ആ കുഞ്ഞു മരിച്ചു, ദേവനന്ദയുടെ വയറ്റിൽ വെച്ച്. അതാണ് നിങ്ങൾ അറിയേണ്ട ഒരു സത്യം. അതിനപ്പുറം ഒന്നുമില്ല. ഇല്ല ചേച്ചി, അമ്മ ഇതുവരെ വന്നിട്ടില്ല. അവിടുന്ന് പുറപ്പെട്ടിട്ട് 2-3 മണിക്കൂറായില്ലേ. ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു. എവിടെ പോയോ എന്തോ? ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ? ഇടയ്ക്ക് ഞാൻ വിളിച്ചു, എന്നിട്ടും എടുത്തില്ല.
അയാൾ ഇവിടെ വന്നു എന്നറിഞ്ഞതി പിന്നെ അപ്പച്ചി ആകെ അസ്വസ്ഥയാ. അരുൺ സാറിന്റെ അമ്മയെ വിളിച്ചിട്ട് അയാളെ ഒരു കാരണവശാലും ഇവിടെ കേറ്റരുതെന്ന് തർപ്പിച്ചു പറഞ്ഞു. എന്നെ പോലെ തന്നെയാ സാറിന്റെ അമ്മയ്ക്കും. അയാളെ കണ്ണെടുത്താ കണ്ടൂടാ. അയാൾ എന്തിനാണോ എന്തോ ഇവിടെ കയറി വരുന്നത്. മിക്കവാറും കണ്ണേട്ടനോ പപ്പേട്ടനോ അയാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കൊല്ലാൻ പറ അവനെ. ഞാനെങ്ങനെ പറഞ്ഞാലേ അവരതുപോലെ തന്നെ ചെയ്യും. പക്ഷേ കണ്ണേട്ടൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നതാ മോളെ. ഇനിയും കണ്ണേട്ടനെ അതിലേക്ക് പറഞ്ഞു വിടാൻ വയ്യ. എന്തായാലും അയാള് വലിയൊരു തലവേദന തന്നെ ചേച്ചി. ഞാനിടയ്ക്ക് വിളിക്കാം മോളെ. അപ്പച്ചി വന്നു കഴിഞ്ഞിട്ടൊന്ന് വിളിക്കണേ. ശരി ചേച്ചി. അമ്മ എത്തിയോ? ഞാനിപ്പോ കാർത്തുവച്ചോട് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു. കാർത്തു എന്താ പറഞ്ഞത്? അമ്മ വന്നോന്ന് ചോദിച്ചു. ഞാൻ എല്ലായിടത്തും പോയി, തറവാട്ടിലും കണ്ണന്റെ അടുത്തും എല്ലാം. കണ്ണേട്ടനെ എന്തിനാ കണ്ടത്? അവനെ കൊല്ലണോന്ന് പറയാൻ, ആ ജീവനെ. ഞങ്ങൾ അതേപ്പറ്റി ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്ന ആളാ കണ്ണേട്ടൻ. അതുകൊണ്ട് ചേച്ചിയുടെ ഏട്ടനെ ഇനിയും കേസിൽ കൊടുക്കുന്നതിനോട് ചേച്ചിക്ക് താല്പര്യമില്ല. കണ്ണൻ അവനെ കൊന്നാൽ എന്ത് വില കൊടുത്തും ഞാൻ കണ്ണനെ രക്ഷിച്ചിരിക്കും. ചിലപ്പോ അയാൾക്ക് പകരം ഞാൻ ജയിലിലേക്ക് പോയിന്ന് വരും. ആ ദുഷ്ടനെ അല്ലാതെ തന്നെ ഒഴിവാക്കുന്നല്ല അമ്മ നല്ലത്. അത് ഒഴിവായി പോകുന്നില്ലല്ലോ. ആദ്യം മഞ്ജുവിന്റെ പിന്നാലെ, അത് കഴിഞ്ഞപ്പോ കാർത്തുവിന്റെ. മഞ്ജു ചേച്ചി അയാളുടെ അടുത്ത് പോയതുകൊണ്ടാ അവരാഗ്രഹിച്ച കാര്യം നടന്നത്. പക്ഷെ ഇപ്പോ കാർത്തുവച്ചെ കാണാൻ അയാൾ പോകുന്ന കാരണം മനസ്സിലാവുന്നില്ല. ചില സമയത്ത് നീ ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്നുണ്ട്. അപ്പൊ ആര് പിടിച്ചാലും നിൽക്കൂല. അതൊന്നും പറഞ്ഞാൽ നീ വിശ്വസിക്കൂല. എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ ആ കരുണം കാണിക്കുന്നൊക്കെ. നമ്മള് കാരണോ അയാൾക്ക് വട്ടായത്. മരുന്നിൽ കുറച്ച് അയാൾക്കും കൊടുത്താലോ? നീ എന്താ ഈ പറയുന്നേ? 1,00,000 രൂപയുടെ മരുന്ന് അയാൾക്ക് കൊടുക്കാനോ? വേറെ പണിയൊന്നുമില്ലേ? അയാൾ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കട്ടെ, അവിടുന്ന് മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറ്റട്ടെ. നിനക്ക് വാങ്ങുന്നതിൽ ഒരു പങ്ക് അയാൾക്ക് കൊടുക്കണ്ട. എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. അധിക സമയമൊന്നും നീ നോർമലായിട്ട് ഇരിക്കില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മരുന്നൊക്കെ കഴിച്ച് നോർമലായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അത്രയ്ക്കും കണ്ടീഷൻ മോശം മോളെ, അതുകൊണ്ടല്ലേ. നീ വാ വാ. മൊത്തത്തിൽ പ്രശ്നങ്ങളാണല്ലോ കണ്ണേട്ടാ. അയാള് നല്ലവനാണോ കുഴപ്പക്കാരനാണോന്ന് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ആ ഡോക്ടർ ജീവൻ, അത് തിരിച്ചറിയാൻ എന്താ, അയാള് കൊള്ളരുതാത്തവൻ തന്നെയാ. ദീപന്റെ ഏട്ടന് ഒരുപാട് അങ്ങ് താഴോട്ട് പോകാൻ പറ്റുമോ? എന്ന് മാത്രമല്ല, ദീപൻ ഏട്ടനെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണമെന്ന് നീ പറയുന്നേ? അയാൾ ഇങ്ങോട്ട് വരുമ്പോ അകത്ത് സ്വീകരിച്ചിരുത്തണമെന്നോ? എന്തോ മനസ്സിലിട്ടുകൊണ്ടാണല്ലോ നീ സംസാരം തുടങ്ങിയത്. നമ്മുടെ ചേർത്തെടുത്ത ദേവീക്ഷേത്രത്തിൽ തിരുമേനിയെ പറ്റി കണ്ണേട്ടന്റെ അഭിപ്രായം എന്താ? സംശയം എന്താ? അദ്ദേഹം വളരെ നല്ല പൂജാരിയാ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വെച്ചിട്ട് പറഞ്ഞാ അത് അച്ചട്ടാ. ആണല്ലോ. കണ്ണേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ മുൻകൂട്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ണേട്ടൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ജയിലിൽ കിടന്നതുൾപ്പെടെ. അതൊക്കെ സത്യ. ഇപ്പൊ കൊറേയായി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പ്രശ്നം നോക്കിയിട്ട്. ഈ ജീവന്റെ പേരും പറഞ്ഞ് നമുക്കൊന്ന് പ്രശ്നം വെച്ചാലോ? അതിന് പേര് മാത്രം പോരാ, നാളും അറിയണം. നാളെ ദീപനോട് ചോദിച്ചാ പറഞ്ഞു തരില്ലേ? അതൊക്കെ വേണോ പവിത്രേ? വേണം കണ്ണേട്ടാ. തിരുമേനി പറയുന്നതൊക്കെ സത്യമാണെന്ന് സ്വന്തം അനുഭവത്തിലൂടെ കണ്ണേട്ടനറിയാം. എങ്കിൽ പിന്നെ അദ്ദേഹം പ്രശ്നം വെച്ചിട്ട് ജീവൻ നല്ലവനാണോ അല്ലയോ എന്ന് പറയട്ടെ. മറ്റുള്ളവരോട് അയാളെ കുറിച്ച് ചോദിക്കാതെ തന്നെ നമുക്ക് അയാളെ പറ്റി അറിയാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. തിരുമേനി പറഞ്ഞ എനിക്ക് വിശ്വാസമാ. ഒരു തരത്തിലും ആളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതല്ലാതെ മറ്റു മാർഗവും ഇല്ല കണ്ണേട്ടാ.
കണ്ണേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാള് മോളെ അന്വേഷിച്ച് നടപ്പ് തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഇതിനോടകം അയാൾ ആരോടെങ്കിലും കഴിഞ്ഞ കാല കഥകൾ പറഞ്ഞിട്ടുണ്ടോ? മഞ്ജുവും അരുണിന്റെ അപ്പച്ചിയും തമ്മിൽ ശത്രുതയിലാണെന്നറിയാം. അങ്ങനെയെങ്കിൽ മഞ്ജുവിനോട് നടന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നു അയാൾക്ക്. അതൊന്നും ചെയ്തില്ലല്ലോ. നീ അയാളെ കൂടുതൽ ന്യായീകരിക്കട്ടെ. അതുകൊണ്ടല്ല കണ്ണേട്ടാ, ആളെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ തിരുമേനിയെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. നല്ലവനാണെങ്കിൽ ഇനി കാണുമ്പോ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കരുതെന്ന് കാർത്തൂനോട് പറയണം. നീ വെറുതെ അനാവശ്യമൊന്നും കാണിക്കല്ലേ. കാർത്തു ദേഷ്യപ്പെടാതിരുന്ന അയാൾ കൂടെ കൂടെ അങ്ങോട്ട് കയറി ചെല്ലും. അത് പിന്നെ അതിനേക്കാളും വലിയ തലവനെയാവും. അരുണിന്റെ അപ്പച്ചിയുടെ കയ്യിൽ തോക്കുണ്ട്. അയാളെ കാണുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് അയാൾ അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ നല്ലത്. ആയിക്കോട്ടെ, നമുക്ക് നാളെ തിരുമേനിയുടെ അടുത്തൊന്ന് പോവാം. നീ അങ്ങ് പോയാ പോരെ? പോരാ, അദ്ദേഹം പറയുന്നത് കണ്ണേട്ടനും കേൾക്കണം. ഒരാളുടെ സ്വഭാവം അറിയാൻ വേണ്ടി പ്രശ്നം വെക്കുന്നത് ജീവിതത്തിൽ ഇത് ആദ്യ. എന്റെ ഇവിടെ നമുക്ക് വേറെ മാർഗമില്ലാത്തോണ്ടാ കണ്ണേട്ടാ. എന്നാ പിന്നെ പോയിക്കളെ. വിളിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അവൻ വരില്ല. ഇനി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാൻ അവൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. പിന്നെ അവൻ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറുടെ കീഴിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് സാവകാശം പഠിച്ച തൊഴിൽ ചെയ്യാൻ പറ്റും. അതേപ്പറ്റി ഒന്ന് ആലോചിക്കണം. എന്തായാലും തൽക്കാലം അവൻ അവിടെ തന്നെ നിൽക്കട്ടെ, ജീവിതം പഠിക്കട്ടെ. കാർത്തൂന്റെ കാര്യത്തിലായി ഇപ്പൊ ആദ്യം അത്രയും. ജോത്സ്യൻ പ്രശ്നം വയ്ക്കാതെ തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം പാപ്പ. കാർത്തൂന്റെ സ്വഭാവം അനുസരിച്ച് മോളുടെ അമ്മ മാത്രമല്ല, അച്ഛനും പാവമായിരിക്കും. അങ്ങനൊരു അച്ഛനും അമ്മയ്ക്കും മാത്രമേ ഇത്ര സാധുവായിട്ടൊരു കുഞ്ഞ് ജനിക്കൂ. അതുകൊണ്ടിപ്പോ പഴയ ദേഷ്യമൊന്നും ജീവനോട് തോന്നുന്നില്ല. പുറമേ അങ്ങനെ പ്രകടിപ്പിച്ചാലും ഉള്ളിൽ എന്തോ ഒരു വേദനയായിട്ട് അയാൾ ഇങ്ങനെ കിടക്കുക. അയാൾ അർഹിക്കുന്ന ഒരു മകളുടെ സ്നേഹമാണോ അയാൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു തോന്നലുണ്ട് എനിക്ക്. അതെന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക. മണിയായി, എനിക്കിതുവരെ ഒന്നും കിടക്കാൻ പറ്റിയിട്ടില്ല. അമ്മേ, എന്താ മോളെ? അമ്മ, എനിക്ക് തീരെ വയ്യ. ഭയങ്കര വയറുവേദന. വയറുവേദന മാത്രമല്ല, ശരീരാസകലം വേദന. പ്രസവം നടക്കാനുള്ള സമയമായി മോളെ, അതാ ഈ വേദന. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ആരെങ്കിലും ഒന്ന് വിളിക്ക്. എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തണം. ഇപ്പൊ ആരെ വിളിക്കാനാ? കൊച്ചിന്റെ അച്ഛനെന്ന് പറഞ്ഞവൻ ഫോൺ എടുക്കത്തില്ലല്ലോ. അമ്മ ഒന്ന് വിളിക്ക് ദീപേട്ടനെ. മോൾ അവിടെ പോയിരിക്കെ, ഞാൻ പോയി ഫോൺ എടുത്തോണ്ട് വരാം. അയ്യോ, അവൻ കട്ട് ചെയ്ത് കളഞ്ഞു മോളെ. ഒന്നുകൂടെ ഒന്ന് വിളിക്ക്. അവൻ എടുക്കുന്നില്ല മോളെ, കട്ട് ചെയ്ത് കളയുക. എന്നാ ആരെങ്കിലും വിളിക്ക്. പെട്ടെന്നൊരു വണ്ടി കൊണ്ടുവരാൻ പറ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, അല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. ഇതിപ്പോ ആരെ വിളിക്കാനാ? കണ്ണനെ വിളിച്ച അവനൊന്നും വരത്തില്ല. അയൽപ്പക്കത്തെ ആരെ വിളിച്ചാലും വരില്ല. അവർക്കൊന്നും നമ്മളെ കണ്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എന്റെ ശവം കാണാം നിങ്ങൾക്ക്. ഇതിപ്പോ ഏതെങ്കിലും വണ്ടിക്കാരനെ വിളിക്കാന്ന് വെച്ചാ ആരുടെയും നമ്പർ എന്റെ കയ്യിലില്ലല്ലോ. ഇപ്പൊ ജംഗ്ഷനിലോട്ട് പോയ ഓട്ടോ ഒന്നും കിട്ടത്തുമില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് 1 കിലോമീറ്റർ പോകണ്ടേ ജംഗ്ഷനിലേക്ക്? ഈ രാത്രി എങ്ങനെ പോകും ഞാൻ? ആകെ വലഞ്ഞല്ലോ മോളെ. ഇപ്പൊ
ആരെങ്കിലും ഒന്ന് വിളിക്കുക, എനിക്ക് വയ്യ. ചിന്തിച്ചോണ്ട് നിൽക്കാതെ ആരെങ്കിലും ഒന്ന് വിളിക്ക്, അല്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞും ചത്തുപോകും. ഉച്ച കഴിഞ്ഞപ്പോ മുതൽ വേദന ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ആശുപത്രിയിലോട്ട് പോകാന്ന്. ഇപ്പൊ ചെക്കപ്പിന് തന്നെ പോയിട്ട് എത്ര നാളായി? അതൊന്നും പറയാതെ ഇപ്പൊ അമ്മ ആരെങ്കിലും ഒന്ന് വിളിക്ക്. ഈ സമയത്ത് കാർത്തൂനെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ. അവളെ എന്തെങ്കിലും ചെയ്യൂ. എന്നാ അവളെ വിളി. അവളോട് എടുത്തില്ലെങ്കിൽ ആരാടോ? അറിയില്ല. ഹലോ മോളെ, ഞാനാ മോളുടെ മാമിയാ. സാരയില്ല മോളെ, ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് കൊണ്ടുപോവാ. എനിക്ക് തീരെ വയ്യ. അതൊക്കെ ശരീരമൊക്കെ അങ്ങ് തളരുവാ. അതൊക്കെ മാറിക്കോളും. ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്ക് ഉള്ളതാ. കേറങ്ങോട്ട്. സാറേ, ഞാൻ വാതിലൊന്ന് അടച്ചിട്ട് വരാം. കിടക്കുന്നില്ലേ മോളെ? സാറ് വന്നിട്ട് കിടക്കാം അമ്മേ. എന്താ മോളെ മോൾ ഇങ്ങനായി പോയത്? പ്രസവം എടുക്കുമ്പോ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന വേദന എത്രയാന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ ആ സമയത്ത് അവളുടെ അരികിൽ ആരും ഇല്ലാതായെങ്കിൽ അതിന് കാരണക്കാര് അവളും അവളുടെ അമ്മയും തന്നെയല്ലേ. അവിടേക്ക് ഈ സമയത്ത് അരുണിനെ എന്തിനാ പറഞ്ഞു വിട്ടത്? അങ്ങനെ പറയല്ലേ അമ്മേ. ആരും സഹായത്തിനില്ലാത്തോണ്ടാ മാമി എന്നെ വിളിച്ചത്. ആ സമയത്ത് മുഖം തിരിച്ചിരിക്കുന്നത് ശരിയാണോ? വേറെ ഒന്നും കൊണ്ടല്ല മോളെ. ഇനിയിപ്പോ ഇതിന്റെ പേര് കൂട്ടുകൂടാൻ വരും അവളുമാരൊക്കെ. സ്വന്തം ഭർത്താവ് കൂടെയുള്ളപ്പോ അവന്റെ താലിയും കഴുത്തിലിട്ടോണ്ട് തെറ്റ് ചെയ്തവളാണ് ഈ വിജിത എന്ന് പറയുന്ന പെണ്ണ്. അത്തരക്കാരും മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവരെ സഹായിക്കുന്നോണ്ട് ദൈവം നമുക്ക് നന്മയൊന്നും വരുത്താനും പോകുന്നില്ല. ഇനിയിപ്പോ അതേ പറ്റിയൊന്നും ചിന്തിക്കണ്ട അമ്മേ. നമ്മള് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ലോ ഇത് ചെയ്യുന്നത്. ആ, സാറ് വന്നു. എന്തായി സാറേ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. മിക്കവാറും ഉടനെ ഡെലിവറി നടക്കുന്ന പറഞ്ഞേ. എന്താ ഇനിയിപ്പോ ഞാനവിടെ നിൽക്കണായിരുന്നോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ, തന്റെ നോട്ടം കണ്ടപ്പോ അങ്ങനെ തോന്നി. ദീപേട്ടൻ വരുമോ മറ്റോ ചെയ്തായിരുന്നു അമ്മേ? നിന്നെ ഇങ്ങോട്ട് മാറ്റിയപ്പോ തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ലേ മോളെ. അവന്റെ പൊടി പോലും ഇല്ല. അവൻ ഇങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല. ദീപേട്ടനെ വിളിച്ചായിരുന്നോ? അയ്യോ, വിളിയോടെ വിളിയായിരുന്നു. എന്റെ നമ്പർ കണ്ടാൽ അവൻ എടുക്കത്തില്ല. പിന്നെ കാർത്തൂനെ കൊണ്ട് വിളിപ്പിച്ചു. എന്നിട്ടും രക്ഷയൊന്നുമില്ല.
കുഞ്ഞ് ജനിച്ചതറിയുമ്പോഴെങ്കിലും വരുമെന്നാ കരുതിയത്. എവിടെ വരാനാ? അവൻ നേരത്തെ പറഞ്ഞതാ അവന്റെ കൊച്ചിനെ കൊണ്ട് അവനെ അച്ഛാന്ന് വിളിപ്പിക്കരുതെന്ന്. ഒന്ന് വന്നു കിട്ടിയെങ്കിൽ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ദീപേട്ടൻ പോവില്ലായിരുന്നു. വരണ്ടായോ? അതുകൊണ്ടാ പറഞ്ഞത് കുഞ്ഞു ഉണ്ണിയുടേതല്ലെങ്കിലും അവനെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കൂടെ നിർത്താൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ദീപേട്ടന്റെ കുഞ്ഞിനെ അയാൾ അച്ഛനാവണ്ട. അങ്ങനെ ചെയ്യുന്നത് ചതിയാ. ഈ ചെയ്തതൊന്നും ചതിയല്ലായിരിക്കും. എന്താ പറഞ്ഞത്? ഏയ് ഒന്നും പറഞ്ഞില്ല. ഒരു പെൺകുഞ്ഞ ഇനി ഇതിനെയും കൊണ്ട് ആൺതുണയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും മുന്നോട്ട് പോയേ പറ്റൂ. അല്ലാതെ ഇതിനകത്ത് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരെയും വളർത്താൻ ഒരേ ചെലവാ. എന്നാലും സഹായത്തിന് ആരെങ്കിലും വേണ്ടേ മോളെ? എനിക്ക് ഉറപ്പാ എപ്പോഴെങ്കിലും ദീപേട്ടൻ എന്നെ കാണാൻ വരുമെന്ന്. ഇപ്പൊ വരാത്തവൻ പിന്നെ വരുവോ? അവന്റെ കുഞ്ഞാണെന്ന് അവന് ബോധമുണ്ടായിരുന്നെങ്കിൽ അവൻ ഇതിനോടകം തന്നെ വരുത്തില്ലായിരുന്നോ മോളെ? അങ്ങനെ വരാത്തവനെ ഇനിയും പ്രതീക്ഷിക്കണ്ട. ഏതായാലും നോർമൽ ഡെലിവറി ആയിരുന്നു. അത്രയും ഭാഗ്യം. പറഞ്ഞിട്ടെന്താ മോളെ കാര്യം? ഒന്ന് കാണാൻ വരാൻ പോലും ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ. അച്ഛനെന്ന് പറയുന്ന ഒരുത്തൻ സമനില തെറ്റി നടക്കുക, ചെവി പൂവും വെച്ചോണ്ട്. അതൊരു കണക്കിന് നന്നായി. അതുകൊണ്ട് അച്ഛനെന്ന് പറയുന്ന ഒരാളുടെ ശല്യമില്ലല്ലോ. നല്ലൊരു കുഞ്ഞാ. ദീപനെ പറിച്ചു വെച്ചതുപോലെയുണ്ട്. ദീപേട്ടനെ പോലെ ഉണ്ടല്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? അവനെ പോലുള്ള കുഞ്ഞിനെ കാണാൻ അവൻ വരുന്നില്ലല്ലോ. ഇനി ഇത് വളർന്നു വരുമ്പോ എന്തൊക്കെ പോരെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ അച്ഛനമ്മയല്ല എന്റെ കൊച്ചിനെ വളർത്തുന്നത്, ഞാനാ. അത് തന്നെ എന്റെ പേടി. എവിടെ പോവാ? കുറെ നേരമായി ഞാനിവിടെ ഇരിക്കല്ലേ. ഒന്ന് പുറത്തിരിക്കട്ടെ, ഇത്തിരി കാറ്റ് കൊള്ളട്ടെ.